അല്പം നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് കൊട്ടിയൂരിൽ ചികിത്സാ വൈകിയതിനെ തുടർന്ന് മരിച്ച 3 വയസ്സുകാരന്റെ പിതാവ്. ഗതാഗതക്കുരുക്കിൽ ആംബുലൻസ് ഏറെ നേരം വൈകിയാണ് എത്തിയതെന്നും പിതാവ് പ്രദോഷ് പറഞ്ഞു. കൊട്ടിയൂർ ഉത്സവത്തെ തുടർന്നുള്ള ഗതാഗത കുരുക്കിൽപ്പെട്ടാണ് ആംബുലൻസ് വഴിയിൽ കുടുങ്ങിയത്. കുട്ടിക്ക് പനിയുണ്ടായിരുന്നു. പനി കുറഞ്ഞിട്ട് പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നലെ ശനിയാഴ്ച അന്ന് പിന്നെ ഇങ്ങനെ വെളുപ്പം കാലത്ത് പിന്നെ പനി കൂടിയപ്പോൾ ചെക്കന് കഫക്കെട്ടും ഇതൊക്കെ കൂടി പിന്നെ ശ്വാസം കിട്ടാതെയായി. പിന്നെ അവിടുന്ന് വണ്ടി വിളിച്ച് ആദ്യം കിട്ടിയില്ലേ? വണ്ടി വിളിച്ചായിരുന്നു, പക്ഷേ വണ്ടിക്കാരും വന്നിട്ടില്ല. പിന്നെ ട്രാഫിക് ബ്ലോക്കിൽ പിന്നെ പെട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ് എല്ലാം ഒഴിവായി. രൂക്ഷമായ ഗതാഗത കുരുക്കിൽ കുടുങ്ങി 1 മണിക്കൂറോളമാണ് ആംബുലൻസ് വൈകിയത്. കടുത്ത പനി ബാധിച്ച് 3 വയസ്സുകാരനായ പ്രജുൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു. ആശാ വർക്കർ വന്നിട്ട് ആംബുലൻസ് ആക്കി. ആംബുലൻസ് വരാൻ വൈകി കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടിക്ക് തീരെ വയ്യാതെയായപ്പോൾ 1 മണിക്കൂറോളം ആംബുലൻസ് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടത് കാരണം എൻ്റെ കുട്ടീനെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും ഡോക്ടർ എന്താ പറഞ്ഞത്? നേരത്തെ ഡോക്ടർ കുറച്ചും കൂടി നേരത്തെ വരുവാണെങ്കിൽ നമ്മളെ കുട്ടീനെ രക്ഷിക്കാനായിരുന്നു. സാധാരണ നിലയിൽ 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ആംബുലൻസ് എത്തിയത് 55 മിനിറ്റ് കഴിഞ്ഞാണ്. പാൽച്ചുരത്തിലെ ഗതാഗത കുരുക്ക് കാരണമാണ് ആശുപത്രിയിൽ എത്താൻ വൈകിയത്. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് എത്തുന്നത്. ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസും ദേവസ്വവും ഒരു ക്രമീകരണവും ഒരുക്കിയില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. സമഗ്ര ന്യൂസ്, പേരാവൂർ.